ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ താൻ നേരിട്ടത് മൃഗീയ മർദ്ദനമെന്ന് മേഘ രഞ്ജിത്ത് ന്യൂസ് 18നോട്. സ്ത്രീയെന്ന പരിഗണന പോലും ലഭിച്ചില്ല. ചികിത്സ KPCC ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നും മേഘ പറഞ്ഞു. ആലപ്പുഴയിൽ കളക്ടറേറ്റിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ ഗുരുതരമായി പരിക്കേറ്റ മേഘ രഞ്ജിത്തിനെ നമ്മൾ കണ്ടതാണ്. മേഘ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആദ്യം മേഘയുടെ പ്രതികരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മേഘയ്ക്ക് കൂട്ടായി ആശുപത്രിയിലുള്ളത് മേഘയുടെ മകളാണ്. മകളുടെ പേരെന്താണ്? മോളുടെ പേരെന്താണ്? പാർവണേന്ദു. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5th. അമ്മയെ നോക്കുന്നതൊക്കെ മോളാണ്. അപ്പൊ അപ്പൊ മരുന്നൊക്കെ എടുത്തു കൊടുക്കും? അന്ന് മാർച്ച് കഴിഞ്ഞ് വന്നപ്പോ ആരാ മോളോട് പറഞ്ഞ അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാന്ന്? എനിക്കന്ന് പകുതി ഡേ ഉള്ളായിരുന്നു സ്കൂൾ. അന്നേരം ഞാനും പപ്പയും കൂടെ വന്നപ്പം വീഡിയോ കണ്ട് അമ്മ അടിക്കുന്നതൊക്കെ. അന്നേരം പപ്പ ആയിട്ടൊന്ന് ഹോസ്പിറ്റലിലോട്ട് പോയത്. ഞാനിന്നേരം വീട്ടിലായിരുന്നു. ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മേഘയുടെ ഒരു റെസ്പോൺസിലേക്ക് കൂടി പോകണം. മേഘ ഇപ്പൊ എങ്ങനെയുണ്ട് ആരോഗ്യനില? എനിക്ക് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എഴുന്നേറ്റിരിക്കാനോ നടക്കാനോ ഒന്നും പറ്റത്തില്ല. തലചുറ്റലുണ്ട്, പിന്നെ ശ്വാസം മുട്ടൽ. പെയിൻ കൂടുന്ന സമയത്ത് എനിക്ക് ശ്വാസം മുട്ടൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പെയിനാണ്. എനിക്കൊരു നടുവിൻ്റെ ഭാഗം വരെയും 2 കൈയിലേക്കും തലയിലേക്കും. ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഞാനിപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ്. പെയിനാണ് ഇത്രയും ദിവസമായിട്ട് എനിക്ക് കുറയാതെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ എനിക്ക് മരുന്ന് മാറ്റി എന്തോ തന്നിട്ടാണെന്ന് തോന്നുന്നു, ഒരു കുറച്ചൊരിച്ചിരി റിലീഫുണ്ട്. ശരിക്കും അന്ന് ആ മാർച്ചിൽ എന്താണ് സംഭവിച്ചത്? മാർച്ച് ഞാൻ അതിനകത്തേക്കൊന്നും പോയിട്ടില്ലായിരുന്നു. ഈ ബാരിക്കേഡ് തകർത്ത് അകത്ത് കുറച്ച് പേര് കയറി. അപ്പോൾ അവർക്കാണ് അടിയൊക്കെ കിട്ടി. ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ബാരിക്കേഡിന് പുറത്ത് നിന്ന് ഞാൻ കണ്ടുകൊണ്ട് നിന്ന ആളാണ്. ലാത്തിച്ചാർജ് തുടങ്ങുന്നെന്ന് നമ്മുടെ പ്രവർത്തകർ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കൂടെയുള്ള ഞാൻ 2 പേരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് ഞാൻ ഓടി ഒരു സൈഡിലേക്ക് മാറി ഒതുങ്ങി നിന്നേത്. അപ്പോൾ അവിടേക്ക് വന്നിട്ട് അകത്തുനിന്ന് ബാരിക്കേഡിനകത്ത് കയറി 2 പേരെ അടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന പോലീസ് അവരോടി എൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് ഈ ലാത്തിയും കൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അടിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു. കരഞ്ഞുകൊണ്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞെങ്കിലും പുള്ളി അത് കേൾക്കത്തില്ല എന്ന് എനിക്ക് തോന്നി. 2 കൈയും കൊണ്ട് ലാത്തി വെച്ച് വീശിയപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചിട്ട് മുഖം തിരിച്ചതാണ് എൻ്റെ തലയുടെ പുറകിലടിച്ചു. 2ാമത്തെ അടി പിന്നെ 2-3 പോലീസുകാരുണ്ടായിരുന്നു. 2ാമത്തെ അടി ആരാ അടിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആദ്യം അടിച്ച ആളെ എനിക്കറിയാം. വനിതാ പോലീസാണോ? വനിതാ പോലീസല്ല, 2ഉം പുരുഷ പോലീസായിരുന്നു. ബാരിക്കേഡിന് പുറത്തേക്ക് ഒരു വനിതാ പോലീസുകാർ പോലും ആ സമയത്ത് ഇറങ്ങിയിട്ടില്ല. അവർ വീണ്ടും അടിക്കുകയാണ് ചെയ്തത്. ഒരു മുൻവൈരാഗ്യം തീർക്കുന്ന പോലെ. ഞാനുമായിട്ടൊരു മുൻപരിചയവും ഇല്ലാത്ത പോലീസുകാരാണ്. ഞാൻ അവിടെ അവർക്ക് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും ചെയ്തിട്ട് പോലുമില്ല. മതിലിനോട് ചേർന്ന് നിൽക്കുക. പിന്നെ എനിക്ക് ഓടാൻ സ്ഥലമില്ല, മതിൽ മാത്രമേ ഉള്ളൂ. എൻ്റെ കാലവിടെ ഇടിച്ചാണ് നിന്നത്. അടി കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബോധം പോയി. വേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു. ഞാൻ നിലവിളിച്ച് കരഞ്ഞത് കാരണം കൂടെ ഉണ്ടായിരുന്നവരാരും അവർ ഉപദ്രവിക്കാതെ പിന്നെ തിരിച്ചുപോയി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സമര പരമ്പരകളുടെ ബാക്കിയായിരുന്നു അന്ന് ആലപ്പുഴയിലേക്കും നടന്ന കളക്ടറേറ്റ് മാർച്ച്. ഇന്ന് ഈ സമര പരമ്പരകളെയും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തെയും അതിനെ പോലീസ് നേരിട്ട രീതിയെയും CPM-ഉം DYFI-യും നേരിട്ട രീതിയെയും ഒക്കെ മുഖ്യമന്ത്രി നിയമസഭയിൽ ന്യായീകരിച്ചിരിക്കുകയാണ്. എനിക്ക് വേറെ അധികമായിട്ട് കാര്യങ്ങളൊന്നും പറയാൻ അറിയത്തില്ല. പക്ഷേ ഇവർ കാണിച്ചത് ഭയങ്കര മൃഗീയമായ ഒരു പ്രവൃത്തിയായിപ്പോയി. എന്ന് വെച്ചാൽ അങ്ങനൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇല്ലെങ്കിൽ അവർക്ക് നേരെ എന്തെങ്കിലും ചെയ്യുകയോ അവരെ ഉപദ്രവിക്കുകയോ ആ ഒരു രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടായിരുന്നെങ്കിൽ വേണ്ടിയില്ല. സൈഡിൽ നിന്ന വനിതാ പ്രവർത്തകരെ പോലും ഒരു മനുഷ്യത്വം പോലും കാണിക്കാതെ അടിക്കുക. അവർ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും തന്നിട്ടില്ല. എനിക്ക് സ്ത്രീ എന്ന പരിഗണന പോയിട്ട് അവർ ഒന്നും നോക്കാതെ നേരെ എൻ്റെ തലയുടെ നെറുകയിലോട്ട് കൊണ്ടുവന്ന വടിയാണ്. ഞാൻ ചരിഞ്ഞത് കൊണ്ടാണ് എൻ്റെ പുറകിലേക്ക് അതായത്. കൊല്ലുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ പുതിയൊരു സംരംഭമൊക്കെ തുടങ്ങാനിരിക്കുകയാണ് ഇത്തരത്തിലൊരു. എൻ്റെ സംരംഭം തുടങ്ങിയിട്ട് 10 മാസം കഴിഞ്ഞു. ഞാൻ ലോൺ എടുത്തും സ്വർണം വിറ്റും സ്വർണം പണയം വെച്ചും ഒരുപാട് ബാധ്യതകളിലൂടെയാണ് ഞാൻ ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി എൻ്റെ ആ സംരംഭം കൂടി പാതി വഴിയിൽ നിന്ന് പോകുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് മേഘയുടെ ഒരു അവസ്ഥ. ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മേഘ. C. വിനോദിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം.